ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന അയിലക്കറിയാണ്. അതിന് 1 കിലോ അയില വാങ്ങിച്ച് വെട്ടി തേച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാറെടുത്ത് അതിനകത്ത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് അല്പം വെള്ളമൊഴിച്ച് ഒന്ന് മിക്സിയിൽ അരയ്ക്കാൻ വെച്ച്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ആഡ് ചെയ്ത് ഒന്ന് അരയ്ക്കാം. നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് അരയ്ക്കാം. ഇത് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ്, ഗ്രേവിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ മീൻകറിക്ക് എത്ര ഒഴിച്ചാലും മതിയാവത്തില്ല. ഞാൻ 1 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. ഇനി പോരായെങ്കിൽ കുറവുണ്ടെങ്കിൽ അവസാനം നമുക്ക് ഇച്ചിരി കൂടെ ആഡ് ചെയ്യാം. ഇനി ഇത് ചൂടാകുമ്പോഴത്തേക്കിന് 1/4 ടീസ്പൂൺ കടുകിടാം. ആ കടുക് പൊട്ടി വരുമ്പോഴത്തേക്കിന് അല്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ആവശ്യത്തിന് കറിവേപ്പിലയും 2 പച്ചമുളക് കൂടെ ഇട്ട് നമുക്കൊന്ന് മൂപ്പിക്കാം. ഇത് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അരപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റാം. നമുക്ക് മഞ്ഞൾപ്പൊടിയുടെ പച്ചച്ചുവ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. ബാക്കിയെല്ലാം ഞാൻ മൂപ്പിച്ച് പൊടിപ്പിച്ച് വെച്ചേക്കുന്നതാണ്. മുളകും മല്ലിയും ഉലുവായും എല്ലാം നല്ലവണ്ണം ഒന്ന് നമുക്കിതൊന്ന് വഴറ്റാം. നമുക്ക് ഇതിൻ്റെ പച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ അത് ചെറുതായിട്ട് അരിഞ്ഞാണ് ആഡ് ചെയ്യുന്നത്, മൂപ്പിക്കുന്നത്. ഇനി ഞാൻ പേസ്റ്റാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇനി ഞാൻ 2 വലിയ കഷ്ണം പുളി അത് ചെറുതായിട്ട് കീറി കഴുകി വെള്ളത്തിലുപ്പും വെള്ളം കൂടെ ചേർത്ത് പുളി ഇറങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്ത് ഇതൊന്ന് എളുപ്പം പുളി ഇറങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നേരത്തെ കീറി വെള്ളത്തിലിട്ട് വെക്കുന്നത്. അല്പം ഉപ്പ് ഇട്ട് വെക്കും ഞാൻ. ഇനി ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഒരുപാട് വെള്ളമാകല്, നമ്മൾ ആ ഗ്രേവിയുടെ അനുസരിച്ച് വേണം വെള്ളം ഒഴിക്കുവാൻ. ഇനി നമുക്ക് ഉപ്പൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഒന്ന് തിളയ്ക്കുന്നിടം വരെ ഒന്ന് അടച്ചു വെക്കാം നമുക്കിനി. ഇനി ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് തുറന്ന് മീൻ പെറുക്കിയിടാം. ഇപ്പം ഒന്ന് തുറക്കാം നമുക്ക്. ഇപ്പം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനെല്ലാം പെറുക്കിയിടാം. ഇപ്പം മീനെല്ലാം ഒന്ന് പെറുക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് മീൻ വെന്ത് റെഡിയാകും. ഇപ്പോൾ ഒരു 10 മിനിറ്റായി. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നോക്ക്, മീനെല്ലാം ശരിക്കും വെന്തിട്ടുണ്ട്. ഗ്രേവിയെല്ലാം നല്ലവണ്ണം പറ്റി നല്ല കൊഴുപ്പായി. ഇപ്പം ഇച്ചിരി ഇതിനകത്ത് വെളിച്ചെണ്ണയുടെ കുറവുണ്ട്. ഇനി നമുക്ക് മേളിൽ കൂടെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം.
ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എല്ലാം വെന്തിട്ടുണ്ട്, ശരിക്കും നല്ല പറ്റിയിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. ഇപ്പം നോക്ക്, കറി നോക്ക്, നല്ലവണ്ണമായി. ഞാൻ വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ചായിരുന്നു.